എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് മാർച്ച് 11-ാം തീയതി ബുധനാഴ്ച. മാർക്കറ്റ് നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ച പോലെയല്ല. ഇന്നലത്തെ റിക്കവറി അല്ലെങ്കിൽ ഇന്നലെയും ഒരു ആശ്വാസ റാലി തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ ഇന്നലെ ഈ പെട്ടെന്നുള്ള ഒരു ചെറിയ മാറ്റം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചെറിയ ഒരു പോസിറ്റീവ് സൂചനകൾ കൊണ്ട് തന്നെ മാർക്കറ്റ് ഇത്രത്തോളം എന്ന് മുകളിലേക്ക് വന്നപ്പോൾ തീർച്ചയായും ഇന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ US-ഉം ഇറാനും അതുപോലെ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം രൂക്ഷമാകുകയാണ് ചെയ്തത്. അമേരിക്ക ഇതിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചെങ്കിലും അല്ലെങ്കിൽ യുദ്ധം പരിഹരിക്കാൻ തീരുമാനമെടുത്തെങ്കിലും അതിന് ഇറാൻ തയ്യാറല്ല എന്നുള്ള മറുപടിയും അതോടൊപ്പം തന്നെ വാർത്താ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ്റെ കടൽ തീരത്തിനടുത്ത് 3 കപ്പലുകളിൽ പ്രൊജക്റ്റൈലുകൾ, അതായത് പ്രൊജക്റ്റൈലുകൾ എന്ന് പറയുന്നത് ഡ്രോണാണോ അല്ലെങ്കിൽ മിസൈലാണോ എന്ന് സ്ഥിരീകരിക്കാൻ പറ്റാത്ത എന്തോ ഒന്ന് എന്നുള്ളതാണ്. അതിനെയാണ് പ്രൊജക്റ്റൈലുകൾ എന്ന് പറയുക. അല്ലെങ്കിൽ വ്യക്തമായ തെളിവുണ്ടെങ്കിൽ അതിനെ ഡ്രോൺ എന്നോ അല്ലെങ്കിൽ മിസൈൽ എന്നോ പറയാം. പക്ഷേ ഇത് ഏതാണെന്ന് ഈ കപ്പലിൽ വന്ന് ഇടിച്ചത് ഏതാണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് പ്രൊജക്റ്റൈലുകൾ എന്ന് പറയുന്നത്. അതിൽ ഒന്നിന് തീപിടിക്കുകയും കപ്പലിലെ ജീവനക്കാരെ അതിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ഇതെല്ലാം കൊണ്ട് തന്നെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വീണ്ടും നിർണായകമാവുകയാണ്. അതുകൊണ്ട് തന്നെ ഓയിൽ എല്ലാം വിതരണം നിർത്തിവെക്കേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ സൗദി അറേബ്യ, UAE പോലുള്ള അറബ് രാഷ്ട്രങ്ങൾ ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇന്റർകോണ്ടിനെന്റൽ എക്സ്ചേഞ്ചിൽ ബ്രന്റ് ക്രൂഡ് വില 5.8% വർദ്ധിച്ചത് ബാരലിന് $92.96 മാറി. ഈ ഒരു വേൾഡ് വൈഡ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷോർട്ട് ടൈമിൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് വളരെയധികം കെയർഫുള്ളായിട്ട് തന്നെ തുടരുമെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസ് പോലുള്ള സെക്ടറുകൾ താരതമ്യേന ഒറ്റപ്പെട്ട് ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് വരാം. അതേസമയം മെറ്റലും അതുപോലെ എനർജിയും വിലകളിൽ വരുന്ന മാറ്റം കൊണ്ടും പ്രയോജനം ഉണ്ടായേക്കാം. ക്രെഡിറ്റ് വളർച്ച മെച്ചപ്പെട്ടതുകൊണ്ട് ബാങ്കിങ് സെക്ടറുകളും ചെറുതായിട്ട് ഒരു മെച്ചത്തിലേക്ക് വന്നേക്കാം. മൊത്തത്തിൽ നിഫ്റ്റിയുടെ ഏണിംഗ് വളർച്ച 26-27 ഫിനാൻഷ്യൽ ഇയറിനേക്കാൾ ഏകദേശം 15 അല്ലെങ്കിൽ 17% കണ്ടിന്യൂ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും 23,700 താഴേക്ക് നിഫ്റ്റി പോയിട്ടില്ല എന്നുള്ളത് ഒരു പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. 23,700 താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തും എന്നുള്ളതൊന്ന് പരിശോധിക്കാം. നിഫ്റ്റി ഇന്ന് ഏകദേശം 395 പോയിൻ്റാണ് ഡൗൺ ആയിരിക്കുന്നത്, 1.63%. 23,866 ക്ലോസ് ചെയ്തത്. സെൻസെക്സും ഏകദേശം 1.72% ഇടിഞ്ഞിരിക്കുന്നത്. 1,342 പോയിന്റ് 76,863 സെറ്റിൽഡായി. ബാങ്ക് നിഫ്റ്റിയും ഇന്ന് നല്ലവണ്ണം താഴേക്ക് പോയി, 2.13%. 2% കൂടുതൽ ഇടിഞ്ഞിരിക്കുന്നു. 2 ദിവസം മുന്നേ ലോ ക്രിയേറ്റ് ചെയ്ത 55,240 അടുത്തേക്ക് വന്നു. 55,735 ക്ലോസ് ചെയ്തിരിക്കുന്നു. ബ്രോഡർ മാർക്കറ്റിലേക്ക് വന്നാലും ഫോളോ തന്നെയാണ്. മിഡ് ക്യാപ്പ് 1.25%, എന്നാൽ സ്മോൾ ക്യാപ്പ് 0.36% മാത്രമേ ഇടിഞ്ഞിട്ടുള്ളൂ. സെക്ടറൽ വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ആട്ടം 3%-ലധികമാണ് താന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി ഫിനാൻഷ്യലും പ്രൈവറ്റ് ബാങ്കും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മേഖലാ ഇൻഡെക്സിൽ നിഫ്റ്റി ഫാർമ മാത്രമാണ് അത്യാവശ്യം മെച്ചമുണ്ടായത്. ഓയിൽ ആൻഡ് ഗ്യാസ്, ഹെൽത്ത് കെയർ എന്നിവയും ചെറിയ പോസിറ്റീവോട് കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിഫ്റ്റിയിൽ 9 സ്റ്റോക്കുകൾ മാത്രമേ ഗ്രീനിൽ അവസാനിച്ചിട്ടുള്ളൂ. അതിൽ ജിയോ ഫിനാൻഷ്യലാണ് മുന്നിൽ നിൽക്കുന്ന 1.06% മാത്രം. നാമമാത്രമായി കോൾ ഇന്ത്യ, സൺഫാർമ, അതുപോലെ ഡോക്ടർ റെഡ്ഡി സൺലാബ്, ONGC തുടങ്ങി ചെറുതായിട്ട് സ്ലൈറ്റ്ലി ഗ്രീനിൽ ക്ലോസ് ചെയ്തതെന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അതേസമയം 41 സ്റ്റോക്കുകളും റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ ബജാജ് ഫിനാൻസ് ആണ് 4.92% കൂടുതൽ താഴ്ന്നു പോയത്. ആക്സിസ് ബാങ്ക്, ബജാജ് ഫിൻസർവ്, ഏഷ്യർ മോട്ടോഴ്സ്, BMMN തുടങ്ങി 3.5% മുതൽ 4.5% വരെ റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 23,800 എന്നുള്ളത് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ഇപ്പോൾ പ്ലേസ് ആയിട്ടുണ്ട്. ഈ സോണിന് താഴത്തേക്ക് ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ 23,700 അതായത് കഴിഞ്ഞ ദിവസം ലോ ക്രിയേറ്റ് ചെയ്ത 23,700 വരാം. അതിനും താഴേക്ക് ഒരു ഡിസൈസീവ് ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ 23,400, 23,300 എന്നുള്ള ഈ റേഞ്ചിലേക്കൊക്കെ നിഫ്റ്റി എത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലായി മാറിയിരിക്കുകയാണ്. കാരണം
ഇതൊരു പ്രധാന നിയർ ടേം ഡിമാൻഡ് സോണായിട്ട് പ്രവർത്തിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. മുകളിലേക്ക് വരികയാണെങ്കിൽ 24,000 എന്നുള്ളതൊരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ ആക്ട് ആയിരിക്കുന്നു. അതിന് മുകളിലേക്ക് വരികയാണെങ്കിൽ 24,300 എന്നുള്ളത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിന് മുകളിലേക്കുള്ള ഒരു നിർണായകമായ ബ്രേക്ക് ഔട്ട് ക്രോസ് ആൻഡ് ക്ലോസ് ഡെയിലി ക്യാൻഡിൽ നടത്തിയാൽ മാത്രമേ നിഫ്റ്റി ഒരു സ്ട്രോങ് റിക്കവറി നടത്തുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മൊമെൻറ്റം ഇൻഡിക്കേറ്ററുകളെല്ലാം തന്നെ വീക്കാണ്. RSI 30 ലെവലിനടുത്താണ് നിൽക്കുന്നത്. അതേസമയം MACD വികസിച്ചുകൊണ്ടിരിക്കുന്ന ഹിസ്റ്റോഗ്രാമുമായി നെഗറ്റീവ് സോണിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ബാരിഷ് മൊമെൻറ്റം ഇപ്പോഴും ആധിപത്യം പുലർത്തുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ താഴത്തേക്ക് നിഫ്റ്റി പോകാനുള്ള അല്ലെങ്കിൽ മാർക്കറ്റ് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കുകയാണെങ്കിൽ 56,640 താഴെയാണ് എൻട്രി പറഞ്ഞിരുന്നത്. ഇന്ന് 56,900 ഓപ്പൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് എൻട്രി ലഭിച്ചിട്ടുണ്ടാവും. അത്യാവശ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ നമുക്ക് നാളേക്കുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളൊന്ന് വാച്ച് ചെയ്യാം. നാളെ സപ്പോർട്ടായിട്ട് നമുക്ക് ഈ ഒരു സോണിൽ നിന്ന് ബാങ്ക് നിഫ്റ്റി എടുത്ത് പോകാവുന്നതാണ്. 55,500 55,500 താഴെയാണ് നാളെ ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 55,270 താഴേക്ക് എൻട്രി എടുത്ത് പോകാം. ബൈ ചാൻസ് അപ്സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു സോണിൽ നിന്ന് മുകളിലേക്ക് എടുത്ത് പോകാവുന്നതാണ്. 56,110. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഈ 2 ലെവലുകൾ വാച്ച് ചെയ്യാവുന്നതാണ്. നാളെ നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ 24,080 താഴെയാണ് ഡൗൺ സൈഡിലേക്ക് എൻട്രി പറഞ്ഞിരുന്നത്. ഇന്ന് ഓപ്പൺ ചെയ്തത് 24,263. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിലും എൻട്രി ലഭിച്ചിട്ടുണ്ടാവും. അത്യാവശ്യം പ്രോഫിറ്റ് നിഫ്റ്റിയിലും ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ നമുക്ക് ഈ ഒരു 23,800 സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. പക്ഷേ 23,800 ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണെങ്കിൽ നാളെ 23,700 താഴെ എൻട്രി എടുത്താൽ മതിയാവും. ഒരുപക്ഷെ 23,800 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 23,800 താഴെയും നമുക്ക് ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാവുന്നതാണ്. ഇനി ബൈ ചാൻസ് അപ്പ് സൈഡിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു സോണിൽ നിന്ന് എൻട്രി എടുത്ത് പോകാം. 23,980 23,980 മുകളിൽ അപ്പ് സൈഡിലേക്കും എൻട്രി എടുത്ത് പോകാം. അപ്പോൾ ഈ 2 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുക. നാളെ ഇത് ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.